എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു പരിപ്പ് കറി വെക്കാമേ. അതിനായിട്ട് കുക്കറിനകത്തോട്ട് നമുക്ക് ആവശ്യമുള്ളത്രയും പരിപ്പ്, ആ വീട്ടിലെ ആളനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ പരിപ്പ് എടുത്ത് അത് പരിപ്പിന് ഒരു അരമണിക്കൂർ കുതിർക്കാനിടണം. കുതിർത്ത് കഴിഞ്ഞിട്ട് എടുത്തിട്ട് ഒരു കുക്കറിലോട്ടിട്ട് ശകലം മഞ്ഞളും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, അതായത് ഒരു കപ്പ് പരിപ്പാണെങ്കിൽ ഒരു 2-2.5 കപ്പ് വെള്ളം ഒഴിക്കണേ. കാരണം പരിപ്പ് വെന്ത് കഴിയുമ്പോൾ ഇച്ചിരി കൂടുതൽ വരും. എന്നിട്ട് പരിപ്പ് വെച്ചിട്ട് ഇതിന് വേണ്ടിയ സാധനം എന്താണെന്ന് വെച്ചാൽ തക്കാളി, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇത്ര സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പിലോട്ട് വെച്ചു. ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇടണം. 1 സ്പൂൺ കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ ഈ അരിത്ത് വെച്ച സാധനം എല്ലാം അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. തക്കാളി ഒഴിച്ച് ബാക്കിയല്ല. ആദ്യം നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒരു മീഡിയം സവാളയാണേ. പച്ചമുളക് എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കണം. കൊച്ചു പിള്ളേർക്കൊക്കെ കൂടെ കഴിക്കാനാണെങ്കിൽ അധികം പച്ചമുളകൊന്നും ഇടണ്ട. ഉള്ളി പാടുന്ന് വരട്ടെ. അപ്പോൾ നമുക്കിനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിടാം. എല്ലാം ഒന്ന് കളർ മാറി വരുന്നത് വരെ നമുക്ക് വഴറ്റാമേ. ഉള്ളിയുടെ കളറൊക്കെ മാറി വന്നേ. നമുക്ക് തക്കാളിക്ക് ഇട്ട് കൊടുക്കാം. 2 തക്കാളിക്കാണ് എടുത്തത്. പുളി അനുസരിച്ച് ആവശ്യത്തിന് വേണ്ടത്ര ഇടാം. തക്കാളി വഴന്ന് വരാനായിട്ട് നമുക്ക് ശകലം ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ എളുപ്പം തക്കാളി സോഫ്റ്റ് ആകും. നമുക്ക് തക്കാളി ഇവിടെ ഒന്ന് സോഫ്റ്റ് ആകുന്നവരെ ഇട്ട് വഴറ്റണം. തീ ഒരു മീഡിയം സൈസിൽ ഇട്ടാൽ മതിയേ. ഇച്ചിരി സമയം എടുക്കും തക്കാളി വഴറ്റാൻ. വേണമെങ്കിൽ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. അടപ്പ് തുറന്ന് നോക്കുമ്പോൾ തക്കാളി സോഫ്റ്റ് ആയേ. നമുക്ക് കുറച്ച് മഞ്ഞൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, പരിപ്പിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതനുസരിച്ച് ഇച്ചിരി ഇടാവേ. 1 സ്പൂൺ. ഇത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഏത് പരിപ്പ് വേണേലും വെക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മുടെ തൊമരപ്പരിപ്പ്, സാമ്പാർ വെക്കുന്ന പരിപ്പ്. ഇട്ട് ഇളക്കിയിട്ട് അടച്ചു വെക്കാം. അപ്പോൾ പരിപ്പ് തിളച്ച് വന്നു. മല്ലിയിലയും ഇട്ടിട്ട് തീ ഓഫ് ചെയ്തിട്ട് ഞാൻ അടച്ചു വെച്ചു. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.